ഇത് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത് കറുമുറ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന കുറച്ച് എരിവൊക്കെയുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. ഇത് അരിപ്പൊടി വെച്ചിട്ടാണ് റെഡിയാക്കിയിട്ട് എടുക്കുന്നത്. റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ല, നല്ല സിമ്പിൾ ആയിട്ട് തന്നെ റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സ്നാക്ക് ആട്ടത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫോട്ടോസൊക്കെ ഇടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കണേൻ്റെ കുറേ പേരൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ഇമെയിലൊക്കെ ചോദിക്കാറുണ്ട് ഫോട്ടോ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ഫേസ്ബുക്കിൽ പോയിട്ട് മിയ കിച്ചൻ്റെ പേജ് ഉണ്ടല്ലോ, അത് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മിയ കിച്ചൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെ ലിങ്കും കൂടിയിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ പുതിയ ഓരോ റെസിപ്പി ഇടുമ്പോൾ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഞാൻ അതിൻ്റെ ലിങ്കും കൂടിയിട്ട് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെ നിങ്ങൾക്ക് കമൻസ് ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങളിപ്പോൾ ഉണ്ടാക്കിയേക്കണ ഫോട്ടോസുകളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോസുകളും അതിനകത്ത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം, അതിനും കുഴപ്പമില്ല കേട്ടോ. പിന്നെ നമ്മൾ മിയ കിച്ചണിൽ ലാസ്റ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേക്കിൻ്റെ റെസിപ്പി ആയിരുന്നു. മുട്ടയും പിന്നെ ബട്ടറൊന്നും ചേർക്കാണ്ട് സിമ്പിളായിട്ട് കുക്കറിൽ വെച്ചിട്ട് റെഡി ആക്കിയിട്ട് എടുക്കുന്ന കേക്ക്. അത് നിങ്ങൾ കുറച്ച് പേരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതേപോലെ തന്നെ നമ്മുടെ കറുമുറ സ്നാക്കും ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ അമ്മമാരുടെ പാചക മത്സരം നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്തത് 13ാമത്തെ എപ്പിസോഡായിരുന്നു. അപ്പം അതിനകത്ത് ഏതെങ്കിലും എപ്പിസോഡ് നിങ്ങൾ മിസ്സായിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണാം. അതിൻ്റെ കമൻസുകളൊക്കെ ഇട്ടിട്ട് അമ്മമാരെ പ്രോത്സാഹിപ്പിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് സമയങ്ങളായിട്ട് തന്നെ നമ്മുടെ സ്നാക്ക് റെസിപ്പി നമുക്ക് റെഡി ആക്കിയിട്ട് എടുക്കാം. നമ്മൾ ഇതിലേക്കുള്ള മിക്സിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഞാനിവിടെ ഒരു പാനിലേക്ക് കേട്ടോ എല്ലാം ഇടുന്നത്. കാരണം ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കി നല്ലൊരു എന്താ പറയുക നല്ലൊരു അപ്പം പോലെ എടുക്കണം. അപ്പോൾ ഫസ്റ്റ് ഞാനിതിലേക്ക് ചേർക്കുന്നത് അരിപ്പൊടിയാണ് ചേർക്കുന്നത്. അത് വറുത്ത അരിപ്പൊടി ആയിരുന്നാലും കുഴപ്പമില്ല, വറുക്കാത്ത അരിപ്പൊടി ആയിരുന്നാലും കുഴപ്പമില്ല. നമ്മൾ പുട്ടിന് അല്ലെങ്കിൽ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, ആ അരിപ്പൊടി. അത് നോക്കിയേ, ഞാനിവിടെ നോക്കിയേ ഇങ്ങനെ ടേബിൾ സ്പൂണിൽ ഇതേപോലെ ഇങ്ങനെ സ്പൂൺ ഇങ്ങനെ നിറച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ മെഷറിംഗ് സ്പൂണിൽ എടുക്കണ്ട, ഇതേപോലെ ഇങ്ങനെ സ്പൂണിൽ എടുത്താൽ മതി. മൂന്ന് ഇത്രയ്ക്ക് തന്നെ എടുക്കണം കേട്ടോ, ഇതേപോലെ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കണം സ്പൂണിൽ. 4 ഒരു 4.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റ് 4.5 ടേബിൾ സ്പൂൺ എന്ന് പറയാൻ വേണ്ടി പറ്റില്ല, നമ്മൾ മെഷറിംഗ് സ്പൂണിൽ എടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ എല്ലാവരും വീടുകളിൽ ഇതേപോലെ ടേബിൾ സ്പൂൺ ഉണ്ടാവില്ല. അപ്പോൾ ടേബിൾ സ്പൂണിൽ ഇതേപോലെ നിറച്ചിട്ട് 4 ടേബിൾ സ്പൂൺ എടുക്കുക. അതുപോലെ തന്നെ കടലമാവും ഇതേപോലെ തന്നെ ടേബിൾ സ്പൂണിൽ ഇങ്ങനെ നിറച്ചെടുക്കുക. ഇത് 2 ടേബിൾ സ്പൂൺ ചേർക്കുക. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ചേർക്കുക. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഇങ്ങനെ ടേബിൾ സ്പൂണിൽ ഇങ്ങനെ നിറച്ചെടുക്കണം. ഒരു സമയത്തും വടിച്ചിട്ട് ഉള്ള അളവല്ല കേട്ടോ വേണ്ടത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് ഇതിനകത്തൊരു പൊടിക്കൊന്ന് കൂടി നിൽക്കണം, അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഞാനിതിലേക്ക് ഒരു 4 നുള്ള് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതിനകത്ത് നമ്മളിനി വെള്ളം കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യും. അങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് ഉപ്പ് ചേർത്താൽ മതി. പിന്നെ കളറിന് വേണ്ടിയിട്ട് ഇത്രയ്ക്ക് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇതൊരു 2 നുള്ള് മഞ്ഞൾപ്പൊടി ഉണ്ടാവും. ഗരം മസാല ചേർക്കാം. നമ്മൾ സാധാരണ ചിക്കൻ കറിയിലൊക്കെ ചേർക്കണ ഗരം മസാല ഉണ്ടല്ലോ, അത് ഞാനിവിടെ 1/4 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. ഇതിലേക്ക് ക്രഷ് ചെയ്തേക്കണ ഉണക്കമുളക് ചേർക്കുക. അത് ഞാൻ 1 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഇനി നോക്കിയ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് അരച്ചിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിപ്പോൾ 2 അല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് അരച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ ഞാനിവിടെ ഉള്ളി ചതയ്ക്കുന്ന കല്ലുമ്പ് വെച്ചിട്ട് നന്നായിട്ട് അരച്ചിട്ടാട്ടോ ചേർക്കുന്നത്. നല്ല പേസ്റ്റ് പോലെ അരയ്ക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വെളുത്തുള്ളി ഞാനിവിടെ നല്ല പേസ്റ്റ് പോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ചതയ്ക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടിങ്ങനെ കട്ട പോലെ കിടക്കരുത് കേട്ടോ. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് വെളുത്തുള്ളിക്ക് പകരം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗാർലിക് പൗഡറും ചേർക്കുക. പക്ഷേ വെളുത്തുള്ളി ചേർക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടി നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുക. ബേക്കിംഗ് സോഡ തന്നെ ചേർക്കണം കേട്ടോ, ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. ബേക്കിംഗ് സോഡ ഇതേപോലെ ഇങ്ങനെ വടിച്ചിട്ട് എടുക്കണം, കാരണം കൂടുതൽ ചേർക്കരുത്. ഇത് 1/4 ടീസ്പൂണാണ് ചേർക്കുന്നത്, കാരണം ഒട്ടും കൂടുതൽ ചേർക്കണ്ട. ബേക്കിംഗ് സോഡ എങ്ങാനും കൂടിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വറുത്തെടുക്കുമ്പോൾ ഓയിൽ നന്നായിട്ട് കുടിക്കും. പിന്നെ ഇത് നമ്മൾ വറുത്തെടുക്കുമ്പോഴായിരുന്നാലും ഓയിലേക്ക് ഇടുന്ന സമയത്ത് ഓയിലിന് നല്ല ചൂട് വേണം. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം, കാരണം ഇത് നമ്മൾ നന്നായിട്ട് മൊരിയിച്ചിട്ട് എടുക്കണം. തീ ഭയങ്കരമായിട്ട് കൂട്ടി വെച്ചിട്ട് പെട്ടെന്ന് അങ്ങോട്ട് മൊരിയിച്ചെടുക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ മൊരിയിച്ചെടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ ക്രിസ്പിനെസ് പോകും. അപ്പോൾ നന്നായിട്ട് മൊരിയണം. നമ്മൾ ഓയിലിൽ നിന്ന് എടുക്കാൻ പോണേലുമ്പോൾ തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് എടുക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഓയിൽ അങ്ങനെ കയറിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിൽ പുറത്തേക്ക് വരും. എന്ത് സാധനം നമ്മൾ വറുത്തെടുക്കുമ്പോൾ അങ്ങനെ ചെയ്യണം. എടുക്കാൻ പോണേലും മുമ്പ്
തീ നന്നായിട്ട് കൂട്ടി വയ്ക്കാം. ഇതെല്ലാവരും ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ 250 ml മെഷറിംഗ് കപ്പിൽ 1.5 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ഇതേപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ മിക്സ് ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ മെഷറിംഗ് കപ്പ് ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സിൽ വെള്ളം എടുക്കുക. ഒരു 1.5 ഗ്ലാസ് വെള്ളം എടുക്കുക. നല്ല പേസ്റ്റ് പോലെ മിക്സ് ചെയ്തിട്ടിടുക. ഉടൻ കട്ട പിടിക്കാണ്ട് ഒഴിക്കണം. അപ്പോൾ ഒറ്റയടിക്ക് വെള്ളം ഒഴിക്കണ്ട. ഇതേപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് വെള്ളം ചേർത്തിട്ടിടുക. അര കപ്പ് കൂടിയും ചേർക്കട്ടെ. ഇനി നിങ്ങൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഇതിലേക്ക് ഉപ്പ് കുറവുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടേസ്റ്റിനനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നോക്കിയേ, ഇത് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇത് നമ്മൾ അടുപ്പത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ട് പോകട്ടോ. അപ്പോൾ ഈ കുറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്തേക്ക് വെച്ചു. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ കുറുക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ തീ അത്യാവശ്യം നന്നായിട്ടൊന്ന് കുറച്ച് വയ്ക്കാം. കാരണം തീ ഭയങ്കരമായിട്ട് കൂട്ടി വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതാണ്ട് തിക്കായി പോകും. അപ്പോൾ നമുക്കിത് ഇച്ചിരി സമയം എടുത്തിട്ട് കുറുക്കിയിട്ടെടുക്കാം. ക്ലാസ് കഴിഞ്ഞാൽ പിന്നീട് ചെയ്തില്ല. ഞാൻ ചെയ്തില്ല, പിന്നെ ഫ്രൈ ചെയ്തു. അപ്പോൾ അതാ നോക്കിയേ, നമ്മുടെ മിക്സിങ് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇത് കൈ കൊണ്ട് ഒന്നും കൂടി നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം. ഇതിപ്പോൾ തന്നെ നല്ല സ്പോഞ്ച് പോലെയാണ് ഇരിക്കുന്നത്. ഇനി ഇതിൽ നമുക്ക് ഓരോ കുഞ്ഞു കുഞ്ഞു ഉരുളയാക്കിയിട്ട് എടുക്കണം. എന്നിട്ട് നോക്കി, ഒരുപാട് വലിയ ഉരുള ആവശ്യമില്ല കേട്ടോ. ഇത് ഇത്രയ്ക്കുള്ള ഉരുള ഇടുക. എന്നിട്ട് നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ കാണിക്കുക. അപ്പോൾ അതാ ഇങ്ങനെ കിട്ടും. എന്നെ ഭയങ്കര തിന്നായിട്ട് എടുക്കാൻ വേണ്ട, ഒരുപാട് കട്ടിയിലും എടുക്കണ്ട. അപ്പോൾ ഈ നമുക്ക് ബാക്കിയുള്ളതെല്ലാനും ഇതേപോലെ ഇങ്ങനെ റെഡിയാക്കിയിട്ട് എടുക്കുക. ഇത് നമ്മളിപ്പോൾ അധികം പൊടിയൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. പക്ഷേ ഇത് നമ്മൾ ഇതേപോലെ ഇങ്ങനെ ഷേപ്പൊക്കെ ആക്കിയിട്ട് വരുമ്പോൾ അത് അത്യാവശ്യം നന്നായിട്ടുണ്ടാവും. ഇനി അപ്പോൾ നമ്മൾ ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് പോവാട്ടോ. അപ്പോൾ നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മൾ ഇടുമ്പോൾ ഓയിൽ നല്ല ചൂടിലിരിക്കണം. അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് നന്നായിട്ടിങ്ങനെ എന്താ പറയുക, നല്ല ഈ ബബിൾസൊക്കെ വന്നിട്ട് ഒന്ന് നന്നായിട്ട് പൊന്തി വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് വറുത്തിട്ടെടുക്കാം. കാരണം മുഴുവൻ സമയം അങ്ങോട്ട് തീ കൂട്ടിയിട്ടിട്ടുണ്ട്. അടുത്ത ട്രിപ്പ് നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം ഇനി നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് പിരിയമുളകിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും ചേർക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് ചാറ്റ് മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെന്ന് വെച്ചാൽ അതിന് ചെറുതായിട്ടൊരു പുളിരസം ഉണ്ടാവും. ചാറ്റ് മസാല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു പൗഡർ ഗരം മസാല പോലെ വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടില്ലേ, അത് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടിയിട്ട് ചേർക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ വറുത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ചൂട് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വറുത്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, തീ ഒരുപാട് കൂട്ടി വെച്ചിട്ട് പെട്ടെന്ന് വറുത്ത് കോരി എടുക്കരുത്. അപ്പോൾ ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തണുത്ത പോലെ ഇരിക്കും. ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ, നല്ല കറുമുറാന്നാണ് ഇരിക്കുന്നത്. ഇത് നോക്കിയേ, ഇത് ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്തതാണ്. അപ്പോൾ ഞാനിതിങ്ങനെ കളർ മാറിയപ്പോൾ ഞാൻ എടുത്തു. പക്ഷേ ഇത് എടുത്ത സമയത്ത് നല്ല ക്രിസ്പി ആയിട്ടിരുന്നു. പക്ഷേ ഇത് തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇത് കണ്ട ഇതിൻ്റെ ക്രിസ്പിനെസ്സൊക്കെ പോയി, തണുത്ത പോലെ ഇരിക്കുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നന്നായിട്ട് മുരിയണം. നന്നായിട്ട് മുരിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനകത്ത് ഈ ഓയിലിൽ ഒട്ടും ഇങ്ങനെ കൊമ്പളകൾ ഉണ്ടാവില്ല. കൊമ്പളകളൊക്കെ പോയിട്ട് ഓയിൽ നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടാവും. അതേപോലെ നന്നായിട്ട് മുരിച്ചിട്ട് എടുക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ വേറൊരു പുതിയ റെസിപ്പി ആയിട്ട് വരാം.